എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഓയിസ്റ്റർ മഷ്റൂം വെച്ചിട്ടാണ് കേട്ടോ. പലതരത്തിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിലും കൂടെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള മഷ്റൂം റെസിപ്പി നമുക്ക് കാണാം. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. കാണുന്നതിനിടയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ അത്. അധികം നമ്മൾ മസാലയൊക്കെ കൂടുതലിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു 150 ഗ്രാം ഓയിസ്റ്റർ മഷ്റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നങ്ങനെ നീളത്തിൽ എല്ലാം കീറിയെടുക്കണം കേട്ടോ. കുറച്ച് നേരം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിയുള്ള ഭാഗം ഭാഗം ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഒന്നിച്ച് കൂടി നിൽക്കുന്ന ഇതുണ്ടല്ലോ, അത് മാറ്റി കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ അധികം വേവുള്ളതൊന്നല്ല ഇത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളത്തിൽ ഇതൊന്നങ്ങനെ കുറച്ച് നേരം മുക്കി വെക്കാം. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഊറ്റിയിട്ടാണ് നമ്മൾ ഇത് കറി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി കേട്ടോ. നമുക്ക് ആ ഇട്ടിട്ടുള്ള ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അതുപോലെ വെളുത്തുള്ളിയും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ. അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായി മെൽറ്റായി വന്നതിന് ശേഷം ഒരു സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. വഴന്ന് വന്നെന്ന് കണ്ടാൽ ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തതുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മഷ്റൂം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എരിവിന് കുറച്ച് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഞാനിതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മഷ്റൂം ഒന്ന് വെന്ത് വരുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അധികമൊന്നുമില്ല, കുറച്ച് ഇതേപോലെ ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പതുക്കെ ഒന്നിങ്ങനെ ഇളക്കി എടുത്തിട്ടാൽ അതങ്ങനെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായി വെന്ത് വന്നതിന് ശേഷം, അധികം വേവില്ലല്ലോ ഇത്, അപ്പോൾ നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ മിക്സ് ചെയ്തെടുത്താൽ ഒരു സൂപ്പർ ടേസ്റ്റാണ്. മറക്കാതെ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ചൂടോടെ ഇത് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഈസി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂം റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറക്കാതെ ഉണ്ടാക്കി നോക്കണം. ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.